വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യെശയ്യാ 60:1, ഉണർന്ന് പ്രശോഭിക്കുക, നിൻ്റെ പ്രകാശം വന്ന് ചേർന്നിരിക്കുന്നു. ഈ വചനം അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പറയാമോ? ഉണർന്ന് പ്രശോഭിക്കുക. അയ്യോ, എല്ലാവരും പറയുന്നില്ലല്ലോ. ഇങ്ങനെ നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ ആരും ഉണരുകയില്ല. അടുത്തിരിക്കുന്ന ആൾ ഒന്നുകൂടെ ഉറങ്ങിപ്പോകും. ഒന്നുകൂടെ നല്ല ജീവനോടെ പറഞ്ഞ് ഉണർന്ന് പ്രശോഭിക്കുക. ചേട്ടന്മാരെ കരം ഒന്ന് ചേർത്ത് പിടിച്ചില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വരികയില്ലെന്നേ. ഒന്ന് നല്ല ഉണർവോടെ പറഞ്ഞേ, ഉണർന്ന് പ്രശോഭിക്കുക, നിൻ്റെ പ്രകാശം വന്ന് ചേർന്നിരിക്കുന്നു. വലത് കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരാശ്രമത്തെ ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകം 5:9 ഇവിടെ വളരെ മനോഹരമായൊരു തിരുവചനം കിടക്കുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഈ വചനം അങ്ങ് ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്ന, ജീവിക്കുന്ന, പരമപരിശുദ്ധനായ, സർവശക്തനായ ഒരു നല്ല ദൈവത്തെയാണ് നാം വിളിക്കുന്നത്, ആരാധിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നമ്മൾ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണരട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 36:6. അവിടെ പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? വലതുകരമായി ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം വിടുതലൊക്കെ സംഭവിക്കും. നിങ്ങളുടെ ഹൃദയം ഒന്ന് കൊടുത്ത് ആരാധിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ വചനം വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ, അങ്ങയുടെ കരബലം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണമേ. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീവ്രമായ ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ നിങ്ങൾ ലോകത്തെവിടെയിരുന്ന് ഏത് മീഡിയയിലൂടെ ഈ നൈറ്റിൽ പങ്കെടുക്കുന്നോ, നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ച്, നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മുടെ കർത്താവിനെ സർവശക്തിയോടെ ആരാധിക്കാനും ഹൃദയം തുറന്ന് വചനം ശ്രവിക്കാനും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് കൃപ ഇറങ്ങുന്നത്, അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്, അവിടെയാണ് ദൈവ സാന്നിധ്യം നിറഞ്ഞു വരുന്നത്. കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ വീണ്ടും പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. 36:19 അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. ഒന്ന് ആഗ്രഹിച്ച് എൻ്റെ പ്രിയമുള്ളവരെ, നൈറ്റിൽ നിങ്ങൾ എവിടെ ഇരുന്ന് പങ്കെടുത്താലും ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരത്ഭുതം പോരാ, നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്യാൻ, അസംഖ്യം അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഈ രാത്രിയിൽ നിങ്ങൾ വിളിക്കുന്നത് എന്ന് നീ മറന്നു പോകരുത്. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഘോഷം കൊണ്ട് അവൻ നിറയ്ക്കും. മതിയെന്ന് പറയുന്നത് വരെയും നിന്നെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കാൻ സ്വർഗത്തിൽ ദൈവം, നീ ആയിരിക്കുന്ന റൂമിൽ, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത്, നിന്റെ സമൂഹത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവര് ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് നല്ല കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുക. നമുക്കറിയാം, ഈ വെള്ളിയാഴ്ച ദിവസം ക്രിസ്തുവിൻ്റെ പീഡാസഹന രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാറ്. ഇന്ന് ആ ദുഃഖകരമായ ദിവ്യരസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിശയകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ വിടുതലുകൾ, ഇന്നേ വരെ തുറക്കാത്ത വാതിലുകൾ തുറക്കുന്ന അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന അഭിഷേക ശക്തി, ഇത് ഭക്തിയോടെ, വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ ഈ ദിവ്യരഹസ്യത്തിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ.
ഉറക്കെ പറഞ്ഞോ ഹല്ലേലൂയ. ഭവനങ്ങളിലായിരിക്കുന്നവർ പറഞ്ഞോ ഹല്ലേലൂയ. ചെറിയവരും വലിയവരും ഹല്ലേലൂയ പറഞ്ഞോ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെക്കും: നമ്മുടെ ഭാരങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ. പ്രിയപ്പെട്ടവരെ, സഹന ദാസനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ ദീർഘദർശി പറഞ്ഞ ധ്യാനത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. മാനവ വംശത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന, പാപം ഏറ്റെടുക്കുന്ന, കുരിശിൽ യാഗമായി മാറാൻ പോകുന്ന ദൈവമൊരുക്കിയ കുഞ്ഞാടിനെ കുറിച്ച് പ്രവാചകനിലൂടെ ആത്മാവ് പറഞ്ഞു വച്ചു. വീണ്ടും ആ ധ്യാനം, അവൻ്റെ പീഡാസഹനങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നേ വരെ സംഭവിക്കാത്ത കൃപയുടെ പെയ്ത്ത്, അത്ഭുതങ്ങളുടെ ഒഴുക്ക് സംഭവിക്കാൻ സ്വർഗം ഇടവരുത്തും. കാരണം പുത്രൻ തമ്പുരാൻ്റെ പീഡകൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്ന് സാത്താന്യ പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറും. അതിശയകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്നേ വരെ തുറക്കാത്ത വാതിലുകൾ തുറക്കും. കാരണം പുത്രൻ തമ്പുരാൻ്റെ സഹനം പരമപിതാവിൻ്റെ മുമ്പിൽ ലോകത്തിന് വേണ്ടി അവൻ കാഴ്ചയായി വിലയായി നൽകിയതിൻ്റെ യോഗ്യതകൾ ചേർത്ത് വെച്ച് നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് ഓർക്കണം, ഈ സഹനത്തിൻ്റെ യാത്രയിൽ നമ്മൾ കാണുന്നു, കുരിശിൻ്റെ യാത്രയിൽ 13-ാം സ്ഥലത്ത് നമ്മൾ കാണുന്നു, അവിടെ നമ്മുടെ സ്നേഹമയിയായ അമ്മ തൻ്റെ പ്രിയ കുഞ്ഞിനെ മടിയിലിരുത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ നല്ല അമ്മ വിതുമ്പാതെ ഹൃദയത്തിലെല്ലാം സഹിച്ച് തൻ്റെ പുത്രൻ്റെ സഹനത്തിലൂടെ വിടുതൽ പ്രാപിക്കാൻ പോകുന്ന മാനവകുലത്തെ കണ്ടുകൊണ്ട് നമ്മുടെ അമ്മ ഹൃദയത്തിൽ അതെല്ലാം സംഗ്രഹിച്ച് ഇന്ന് ഈ നൈറ്റ്, ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഇന്ന് ഈ നൈറ്റിൽ പങ്കെടുക്കുന്ന സകലർക്കും വേണ്ടി അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഹൃദയത്തോട് മന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ജപമാല കരങ്ങളിലെടുത്ത് ഈ നല്ല അമ്മയെ ഓർക്കാൻ നമുക്ക് അമ്മയോട് പറയാം: അമ്മേ, അമ്മയുടെ പുത്രൻ്റെ തിരുരക്തത്തിൽ എന്നെ ഒന്ന് കുളിപ്പിക്കണമേ. പാപത്തിൻ്റെയും അശുദ്ധിയുടെയും മാലിന്യങ്ങളിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ഒന്ന് വിടുവിക്കാൻ അമ്മ പറയണമേ. അമ്മയുടെ നീല കാപ്പ കൊണ്ട് ഈ രാത്രിയിൽ എന്നെയും എൻ്റെ നിയോഗങ്ങളെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് പൊതിയണമേ. ഈ നല്ല അമ്മയെ നമ്മുടെ ചാരത്തേക്ക് വിളിക്കാം. ഗാന ശുശ്രൂഷകരോട് ചേർന്ന്, ഈ പാട്ടിൻ്റെ വരികളോട് ചേർന്ന് നല്ല മാതാവിനോടൊപ്പം പാടിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പരിശ്രമിക്കാം. നിന്റെ സ്നേഹമേലകിയ അമ്മേ, എന്നെ പൂജിപ്പിക്കണേ. നിൻ സുതന്റെ രക്തത്തുള്ളിയ അമ്മേ, എന്നെ കുളിപ്പിക്കണേ. എന്നെ പൂജിപ്പിക്കണേ അമ്മേ, കുളിപ്പിക്കണേ, എന്നെ പൂജിപ്പിക്കണേ. കുളിപ്പിക്കണേ, എന്നെ പൂജിപ്പിക്കണേ അമ്മേ, കുളിപ്പിക്കണേ, എന്നെ പൂജിപ്പിക്കണേ. ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ.
സ്വർഗതാതനുയർത്തിയ സ്ത്രീ എന്നെ കഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും. ആ സ്നാനത്തിൻ ശേഷം നാഥനെ കാണുമ്പോൾ ആനന്ദം പൂർണ്ണമാകും. സ്വർഗതാതനുയർത്തിയ സ്ത്രീ എന്നെ കഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും. ആ സ്നാനത്തിൻ ശേഷം നാഥനെ കാണുമ്പോൾ ആനന്ദം പൂർണ്ണമാകും. ആനന്ദം റൂഹായാൽ ആത്മാഭിഷേകമായി എന്നെ ചുറ്റി പറന്നുയരും. ആനന്ദം റൂഹായാൽ ആത്മാഭിഷേകം എന്നെ ചുറ്റി പറന്നുയരും. നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം ഉള്ളിൽ ശാലോം ശാലോം. നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം ഉള്ളിൽ ശാലോം ശാലോം. നിന്റെ സ്നേഹമേലങ്ങിയാ അമ്മേ എന്നെ പുതപ്പിക്കണേ. നിൽസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്ങിയാ അമ്മേ എന്നെ പുതപ്പിക്കണേ. നിൽസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. അമ്മേ കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. അമ്മേ കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. 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 വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വീർത്തു എന്ന് ധ്യാനിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്നാം രഹസ്യം.
നമുക്ക് ധ്യാനിക്കാം. കണ്ണുകൾ അടച്ച ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഷാലോം ടിവിയുടെ മുമ്പിലിരുന്ന് ഈ ജപമാലയിൽ പങ്കെടുക്കുന്ന സകലരും ദുഃഖത്തിൻ്റെ രഹസ്യത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തോടെ സമർപ്പിക്കാം. നമുക്കറിയാം, കാനായിലെ കല്യാണ വീട്ടിൽ ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കാൻ വേണ്ടി തൻ്റെ പുത്രനോട് മാധ്യസ്ഥം പറഞ്ഞ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ദൈവം ഇടപെടാൻ വേണ്ടി തൻ്റെ പുത്രനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. ഒരു പക്ഷേ നാളുകളായി അധ്വാനിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നമ്മുടെ ജീവിതം കുടുംബവും ഐശ്വര്യപ്പെടാത്ത ഒരു അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. മക്കളെ ഓർത്ത് മാതാപിതാക്കൾ എന്ന നിലയിൽ ഒത്തിരി ഭാരം അനുഭവിക്കുന്നവരാണോ? കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥ, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥകൾ, ഇങ്ങനെ പലതരത്തിൽ കുടുംബപരമായി ഭാരം വഹിക്കുന്നവരാണോ? പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് ഈ രഹസ്യത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. നാളുകളായി ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് മാറാത്ത ചില രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുണ്ടാവാം. അതെല്ലാം ഒന്ന് ചേർത്ത് വെക്കാം. വിവാഹ ബന്ധത്തിൽ നിന്ന് വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി കേസ് കൊടുത്തിട്ടുള്ള മക്കൾ ഉള്ള മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അവരുടെ ആ ആവശ്യങ്ങൾ ചേർത്ത് വെക്കുക. കുടുംബത്തിൻ്റെ സകല നിയോഗങ്ങളും മാതാവ് വഴി ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അമ്മ വഴി നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും ഈശോ ഇടപെടാൻ വേണ്ടി അല്പം ത്യാഗത്തോടെ കരമൊന്ന് വിരിച്ച് പിടിച്ചുകൊണ്ട് രഹസ്യം നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാൻ, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു,
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, നമുക്കിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാ വ്യക്തികളെയും പരിശുദ്ധ അമ്മ വഴിയായി ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. യാക്കോബ് 5:15 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിലുള്ള എല്ലാ രോഗികളെയും ഈ പരിശുദ്ധ ജപമാലയോട് ചേർത്ത് വിശ്വാസത്തിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ തന്നെ നിരവധിയായ രോഗങ്ങൾ കർത്താവ് ഇന്ന് സുഖപ്പെടുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ച് മാരകമായ ക്യാൻസർ രോഗത്തിലൂടെയും ഹൃദയ സംബന്ധമായ രോഗത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരെ വലിയ വിശ്വാസത്തോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വലതുകരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ രോഗികളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, അത്ഭുതങ്ങൾ തുറക്കുന്ന ഈ രാത്രിയിൽ, അടയാളങ്ങൾ അങ്ങ് പ്രവർത്തിക്കുന്ന ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഈശോയെ, അങ്ങയുടെ വചനമയച്ച് അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ രോഗികളെ അങ്ങ് സന്ദർശിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഈശോയെ, വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, പ്രാർത്ഥിക്കണമേ, അമ്മേ പ്രാർത്ഥിക്കണമേ, അമ്മേ പ്രാർത്ഥിക്കണമേ, അമ്മേ പ്രാർത്ഥിക്കണമേ, അമ്മേ പ്രാർത്ഥിക്കണമേ, അമ്മേ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ യൂതന്മാരാൽ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. പരിശുദ്ധയമ്മേ, ഈ രഹസ്യത്തോട് ചേർത്ത് ഞങ്ങളെല്ലാ വിദ്യാർത്ഥികളെയും ഈ സമയങ്ങളിൽ അമ്മയുടെ മുമ്പിൽ ഹൃദയം വഴിയായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പഠന വൈകല്യങ്ങളുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് അവരുടെ മേലുണ്ടാകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമയങ്ങളിൽ ഓർക്കുന്നു. അവർ സ്കൂളുകളിലേക്ക് പോകുന്ന വഴികൾ, കോളേജുകളിലേക്ക് പോകുന്ന വഴികൾ, അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ ക്ലാസ് റൂമുകളെല്ലാം ഞങ്ങൾ ഈ സമയങ്ങളിൽ സമർപ്പിക്കുന്നു. തിന്മയൊന്നും തൊടാതെ അവരെ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഈ സമയങ്ങളിൽ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപാവരങ്ങളും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ, രക്ഷക
രക്ഷിക്കണേ. രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കുക സ്നേഹനാഥേ. സഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കുക സ്നേഹനാഥേ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലതയും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ഈ ദിവ്യരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ യുവജനങ്ങളെയും ഈ രാത്രിയിൽ ദൈവമാതാവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ നാളുകളിൽ ധാരാളം യുവതി യുവാക്കൾ പഠനത്തിനും ജോലിക്കുമൊക്കെയായി വിദേശത്ത് പോകുവാനായി വിവിധ തരത്തിലുള്ള എക്സാമുകൾ എഴുതി കാത്തിരിക്കുന്നവരുണ്ട്. ചിലർ 4-5 തവണ എഴുതി പരാജയപ്പെട്ടതിൻ്റെ നിരാശയിലും വേദനയിലും കഴിയുന്നവരുണ്ട്. അവരെയൊക്കെ ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുപോലെ ജോലി ലഭിക്കാതെ കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദേശത്ത് ഉള്ള എല്ലാ യുവതി യുവാക്കളെയും ഈ രാത്രിയിൽ അമ്മ വഴിയായി ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. ഒത്തിരിയേറെ പണം മുടക്കി നല്ല കോഴ്സുകൾ പഠിച്ചു, എന്നാൽ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ലഭിക്കാത്തതിൻ്റെ വേദനയിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർക്കാം. വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ യുവതി യുവാക്കളെയും ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രായമായിട്ടും വിവാഹം നടക്കാതെ വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ ചോദിച്ചില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുകയില്ലേ? ഈ രാത്രിയിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ യുവജനങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അത്ഭുതത്തിൻ്റെ ഒരു കൂടാരമായി തീരണം. ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ സംഭവിക്കണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്കറിയാം, ഈ നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ യുവതി യുവാക്കൾ മറ്റെങ്ങുമില്ലാത്ത വിധം മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഏറെ സ്നേഹത്തോടെ ആ രീതിയിൽ വേദന അനുഭവിക്കുന്ന, മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന, കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന, അതിൻ്റെ വേദനയിൽ നീറുന്ന കുടുംബങ്ങളെയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഇരു കരങ്ങളും ഈ രാത്രിയിൽ പരിശുദ്ധനായവൻ്റെ പക്കലേക്കൊന്ന് ഉയർത്താം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പോലും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാവുന്നവരെല്ലാം ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തുക. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങട്ടെ. ഈ രാത്രിയിൽ സ്വർഗം അവരുടെ മേൽ തുറക്കട്ടെ. സ്വർഗത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ദൈവം അവർക്ക് വേണ്ടി വീര്യ പ്രവർത്തികൾ ചെയ്യട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുകയില്ലേ എന്ന് ചോദിച്ച അതേ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അത്ഭുതകരമായ ശക്തി ഇറങ്ങട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഒന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലി തടസ്സം അനുഭവിക്കുന്നവർ, വിവാഹ തടസ്സം നേരിടുന്നവർ, മയക്കുമരുന്നിന് അടിമകളായവർ, എല്ലാ വേദന അനുഭവിക്കുന്ന യുവജനങ്ങളെയും കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കണമേ, 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 രക്ഷകനീശോയേ, രക്ഷിക്കണമേ, 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 രക്ഷകനീശോയേ. രക്ഷിക്കണമേ, രക്ഷയിക്കണമേ, രക്ഷിക്കണമേ, രക്ഷകനീശോയേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിലും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. കർത്താവെ, ഈ ഒരു രഹസ്യം ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്കായി കാൽവരിയും വലിയ യാഗമായി തീർന്നുവല്ലോ. ഈശോയെ അവിടുന്ന് അനുഭവിച്ച ആ വേദനകളോട് ചേർത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന, കടബാധ്യതയോടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഈ നാളുകളിൽ ഒത്തിരിയേറെ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ പലവിധത്തിലുള്ള ടെസ്റ്റുകൾക്കും ട്രീറ്റ്മെൻറ്റുകൾക്കും വേണ്ടിയിട്ട് ദൈവം ഒത്തിരിയേറെ പണം മുടക്കി ഒരുപക്ഷെ കടബാധിതരായിട്ടുണ്ടായിരിക്കാം. ദൈവമേ, അവരെ ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. ഒരുപക്ഷെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പണി, അവരുടെ ഉപരിപഠനം, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ലോൺ എടുത്ത് കർത്താവ് ഇപ്പോൾ ലോൺ തിരിച്ചടയ്ക്കുവാനായിട്ട് സാധിക്കാതെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങൾ ഓർക്കുകയാണ് ദൈവമേ, ബിസിനസ് മേഖലയുടെ തകർച്ച. ഒപ്പം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, കാർഷിക മേഖലയുടെ, കാർഷിക വിളകളുടെയൊക്കെ വില തകർച്ച. ദൈവമേ, ഒരുപാട് സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കർത്താവ്, ഈ മേഖലകളെല്ലാം അവിടുത്തെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, അവിടുത്തേക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. ഒരു പക്ഷേ ജപ്തിയുടെയൊക്കെ മുൻപിൽ നിൽക്കുന്ന അനേക മക്കളുണ്ടായിരിക്കാം. മുൻപോട്ട് ഞാൻ എന്തു ചെയ്യും എന്ന് വിചാരിച്ച് ഒരുപാട് ആകുലപ്പെട്ട്, അസ്വസ്ഥപ്പെട്ട്, നിരാശപ്പെട്ട് കഴിയുന്ന മക്കളുണ്ടായിരിക്കാം. എല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. ഓ കർത്താവേ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തോബിത്തിൻ്റെ പുസ്തകം 4:21 നമ്മൾ പ്രകാരം വായിക്കുന്നു: മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഓ കർത്താവേ, ഈ ഒരു തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ
ഈ ഒരു തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവമേ അവിടുത്തെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യൂസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ,
സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാ ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ ദേവകുമാരനുമാതാവേ രക്ഷകനോഴിലംബികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മലമാതാവേ കരയില്ലാത്തൊരു കന്യകയെ നീ വഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ വിവേകമതിയാം കന്യകയേ വിശ്രുതയാം സുരകന്യകയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ മാനവനുത്സവദായികയേ ദൈവികമാം പനിനീർ സുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ തൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലർക്കാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ ക്രിസ്തുജനത്തിൻ പാലികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി വന്ദകനിരയുടെ രാജ്ഞി രക്താംഗിതരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരത സഭയുടെ രാജ്ഞി അമലോത്ഭവയ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ ഞങ്ങളിൽ കനിയേണമേ.
ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.